ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ വളർച്ച ഒരു പ്രത്യേക രീതിയിലാണ് സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കറിയാമോ, കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാല് വളഞ്ഞായിരിക്കും ഉണ്ടാവുക. അതായത് ന്യൂബോൺ ബേബീസിൻ്റെ കാല് ബോ ലെഗായിട്ടാണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ജെനു വാരം എന്ന് പറയും. ഇത് 6 മാസം ആവുമ്പോഴത്തേക്കും, അതായത് കുഞ്ഞിന് 6 മാസം പ്രായമാകുമ്പോഴത്തേക്കും ഇത് വളരെ ചെറുതായി മിനിമലായിട്ട് വരുന്നതാണ്. അതായത് വളവ് ഉണ്ടാവും, എന്നാൽ ആ വളവ് വളരെ മിനിമലായിട്ട് വരുന്നതാണ്. 1 വയസ്സും 7 മാസവും ആകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഈ വളർച്ച കുട്ടിയുടെ കാല് സ്ട്രെയിറ്റ് ആകുന്ന രീതിയിലേക്ക് വരുന്നു. അതായത് ഈ ബോ ലെഗൊക്കെ മാറിയിട്ട് കുട്ടിയുടെ ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് മാറും. അതിനുശേഷം 2 വയസ്സ് 6 മാസം ആവുന്ന സമയത്തേക്ക് കുട്ടിയുടെ കാല് ഉള്ളിലേക്ക് വളഞ്ഞു വരും. അതായത് ജെനു വാൽഗം സംഭവിക്കും. ഇതുകൊണ്ട് തന്നെ കുട്ടി ചിലപ്പം പ്രൊട്ടക്റ്റീവ് ടോയിങ് ഇൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യുന്നതാണ്. അതായത് അവരുടെ ടോസ് ഉള്ളിലേക്ക് കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളത് ഒരു 2 വയസ്സ് 6 മാസം ആകുമ്പോഴത്തേക്കും സംഭവിക്കുന്നതാണ്. ഇത് ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് പ്രായമാവുമ്പോഴത്തേക്കും, ഇത് 4 വയസ്സിനും 6 വയസ്സിനും ഉള്ളിലുള്ള പ്രായത്തിൻ്റെ സമയത്ത് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ കാലിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നതാണ്. കാലിൻ്റെ വളർച്ച പൂർണ്ണമാവുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഈ പോസ്ചറാണ് പൂർണ്ണമായിട്ട് മാറുന്നത്. എന്നാൽ കുട്ടിയുടെ എല്ലിൻ്റെ വളർച്ചയൊക്കെ ആ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവുമല്ലോ.